തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് വന്നു. മറ്റേ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശ്നത്തിൽ CJPയുടെ സമരം നടന്നു കഴിഞ്ഞ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് 100% പച്ചവെള്ളം അല്ലെങ്കിൽ 100% ഇഥനോൾ അല്ലെങ്കിൽ 100% പച്ചവെള്ളം നമുക്ക് പെട്രോൾ പമ്പുകളിലൂടെ വിതരണം ചെയ്താലും ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കില്ല എന്ന ഒരു ധാരണയിലായിരുന്നു BJP. കാരണം ഞാൻ പറഞ്ഞില്ല, ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വേറെ ചില അജണ്ട ഉപയോഗിക്കാം. ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ ഇങ്ങനെയൊക്കെ മതി, അത് ജനങ്ങൾ പ്രതികരിക്കില്ല എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ, ചോദ്യം ചെയ്തില്ലെങ്കിൽ, ജനാധിപത്യത്തിൽ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇവർ 20% 25%, 30%, 40% ഒക്കെ ആക്കിയേനെ. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു നേരത്തെ 1.5%, 5% ഒക്കെ ആയിരുന്നു. ഒരു ബിലോ 5% ആക്ച്വലി നെസസറിയാണ്. ഒരു 1.5% എന്നുള്ളത് യഥാർത്ഥത്തിൽ നെസസറിയാണ്. പെട്രോളിൻ്റെ ആ കമ്പഷൻ്റെ ക്വാളിറ്റി നോക്കിങ് ഒഴിവാക്കാനും അതിൻ്റെ പ്രീമച്വർ ബേണിംഗ് കമ്പഷൻ ഒഴിവാക്കാൻ. പക്ഷേ അതിൻ്റെ മേലേക്കുള്ളതിന് സാമ്പത്തിക കാരണങ്ങൾ ഇവർ പറയുന്ന കാരണം എഞ്ചിൻ ശുദ്ധീകരിക്കാനാണെന്നല്ല BJP പറയുന്നത്. BJP പറയുന്ന കാരണം രാജ്യത്തിന് നേട്ടമുണ്ട്, പിന്നെ കർഷകർക്ക് നേട്ടമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കർഷകർക്കല്ല നേട്ടം, മറിച്ച് നേട്ടം ഡിസ്റ്റിലറികൾക്കാണ്, നേട്ടം നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിനാണ്, BJPയിലെ ചില നേതാക്കൾക്കാണ് എന്നാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ അവർക്കുണ്ടാവുന്ന നേട്ടത്തിന്റെ ഭാരം മുഴുവൻ പേറേണ്ടത് സാധാരണക്കാരനായ ബൈക്കും സ്കൂട്ടറും ഓടിച്ച് ഓഫീസിൽ പോകുന്ന, അതിനകത്ത് സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ, സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സമരം ഉണ്ടായി വരിക എന്നുള്ളതല്ലാതെ വേറെ കാര്യവും ചെയ്യാനില്ല. അല്ല,